UDF സഹായം വാഗ്ദാനം ചെയ്തെന്ന് കലാരാജു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് കല ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് UDF വാഗ്ദാനം ചെയ്തുവെന്ന് കല പറയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. CPM ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. ഒരു വാഗ്ദാനവും ഇല്ലാതെ ചുമ്മാ അവരുടെ വണ്ടിയെ കയറി അവർ ബാങ്കിന്റെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താന്ന് പറയട്ടെ, ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവര് കണ്ടെത്തി അത് സോൾവ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേട്ടാ മതി. എങ്ങനെ ആ ഒരു വാക്ക് കേട്ടാ മതി. അതായത് നമ്മൾക്ക് ഇപ്പൊ വന്നേക്കുന്നത് അവരാരും അന്വേഷിച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം. അവർ സോൾവ് ചെയ്തോളാന്ന് പറയും. ചേച്ചി അതിനേക്കാളും ആരോട് 10 രൂപ ചോദിക്കുന്നില്ല, അങ്ങനെയും ചോദിക്കില്ല. നമ്മളങ്ങനത്തെ ഇങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് ചേച്ചി അവരുടെ വണ്ടിയെ ചേച്ചി കിട്ടിയില്ല. അതല്ല, ഇതൊക്കെ കഴിഞ്ഞത് നമ്മള് സമൂഹം എന്ന് പറഞ്ഞില്ല. ഞാൻ എന്റെ വീട്ടില് അമ്മ ഓപ്പറേഷൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാ. ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്താ. ഇതൊക്കെ ആൾക്കാർക്ക് സംശയത്തിന്റെ അപ്പൊ ഇവിടുന്ന് ഒരു കോള് വരരുത്, അത്ര ചേച്ചി ഒരു നിമിഷം ഈ ഒരു ചേച്ചി ഇവിടുന്ന് ആരും എനിക്ക് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ പോലുമില്ല. ചേച്ചി ഇന്ന് ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം, അതിനു വേണ്ടിയിട്ട് മാത്രമേ ചേച്ചി പറയുന്നില്ല. അല്ലാണ്ട് ചേച്ചിയോട് ആത്മാർത്ഥതയോ എനിക്ക് ചേച്ചിയെ വിലക്കെടുക്കുകയോ ചെയ്തേ ഒന്നുമല്ല. കൂത്താട്ടുകുളം കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കലാരാജുവിൻ്റെ വെളിപ്പെടുത്തൽ. ബിനിൽ, എങ്ങനെയാണ് ഇത്തരമൊരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? പ്രത്യേകിച്ച് അറസ്റ്റുകളൊന്നും തന്നെ ഇന്ന് വേറെ വന്നിട്ടുമില്ല. മാർഷലെ, ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം LDF പ്രതിരോധത്തിലായിരിക്കുന്ന, പ്രത്യേകിച്ച് CPM വലിയ പ്രതിരോധത്തിലാണ്. അവരുടെ കൗൺസിലറെ തന്നെ, അതൊരു വനിതാ കൗൺസിലറെ വസ്ത്രാക്ഷേപം നടത്തി അവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണമാണ് പാർട്ടി നേരിടുന്നത്. അതിനെ തിരിച്ചു പ്രതിരോധിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്യുന്നത്. അവർ ആരോപിക്കുന്നത് ഒരു കുതിരക്കച്ചവടത്തിന് മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ അവിടെ ശ്രമമുണ്ടായി. ആ കുതിരക്കച്ചവടമാണ് അവിടെ നടന്നത്. അതായത് തങ്ങളുടെ കൗൺസിലറെ UDF ക്യാമ്പിൽ തടഞ്ഞു വെച്ച് അവരുമായി ഡീല് നടത്തി അവർക്ക് പണം വാഗ്ദാനം ചെയ്തു എന്നതാണ് CPM ആരോപിക്കുന്നത്. അങ്ങനെ മറുകണ്ഠം ചാടിക്കുകയാണ്. ഈ കുതിരക്കച്ചവടമാണ് UDF നടത്തിയത്, കോൺഗ്രസ് നടത്തിയത് എന്നതാണ് ആരോപണം. അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ കലാരാജുവിനെ കാറിൽ ബലമായി പിടിച്ചു കയറ്റി കൊണ്ടുപോയത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ വച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് CPM പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കലാരാജു ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് തനിക്ക് ബാങ്കിൽ ചില വായ്പകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യാമെന്നത് UDF നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതവർ സമ്മതിക്കുന്നുണ്ട്. അതാണ് ആ ഡീൽ എന്നതാണ് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് തങ്ങളുടെ ഒരു പാർട്ടി അംഗത്തെ, അതോടൊപ്പം തന്നെ തങ്ങളുടെ ഒരു കൗൺസിലറെ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാളെ മറുകണ്ഠം ചാടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. അത് 2 MLA-മാരും DCC പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ശ്രമം നടന്നതെന്നാണ് CPM-ന്റെ ആരോപണം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെ പോകണമെങ്കിൽ രാജിവെച്ച് പോകണമെന്നതാണ്. അതായത് അവിടെ നടന്നത് ഒരു കുതിരക്കച്ചവടമാണ് എന്നതാണ് CPM വരുത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ കലാരാജുവിന്റെ പ്രതികരണമാണ് ഇനി വരേണ്ടത്. കലാരാജു പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തി എടുപ്പിച്ച ദൃശ്യങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും കലാരാജു ഇന്നലെ രഹസ്യമൊഴി നൽകേണ്ടതായിരുന്നു. അവർ ഇന്നലെ രഹസ്യമൊഴി നൽകിയില്ല. ഇനി ഒരു പുതിയ സമൻസ് അവർക്ക് കോലഞ്ചേരി മജിസ്ട്രേറ്റിന് നൽകേണ്ടി വരും. അവർ ഇന്നലെ മൊഴി നൽകാതിരുന്നത് കൊണ്ട് കൂടുതൽ അറസ്റ്റിലേക്ക് മടിച്ചു നിൽക്കുകയാണ് പോലീസ്. കാരണം ഇവരുടെ നിലപാട് ഇവരെന്താണ് അവിടെ വന്ന് പറയാൻ പോകുന്നത് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം കാരണമാണ് അവർ രഹസ്യമൊഴി നൽകാത്തത് എന്നതാണ് CPM-ന്റെ. നടന്നത് കുതിരക്കച്ചവടമാണോ അതോ അഭിനവ ദുശാസനന്മാർ നടത്തിയിട്ടുള്ള ആക്രമണമാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇതിൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടേയിരിക്കും.